പശ്ചിമഘട്ട മലനിരകളുടെ തെക്കേ അറ്റമായ വേളിമലയുടെ മനോഹര താഴ്വരയിലെ 200 അടി ഉയരമുള്ള പാറക്കെട്ടിലാണ് ഈ കുമാരകോവിൽ മുരുകസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കന്യാകുമാരി ജില്ലയിലെ തക്കലയിൽ നിന്നും 5 കിലോമീറ്ററും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും 50 കിലോമീറ്ററുമാണ് ദൂരം. ഈ വേളിമലൈ കുമാരസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് മുരുക ഭഗവാന്റെ പ്രണയ വിവാഹം നടന്നത്. ആ കഥയിലേക്ക് പോകാം. തിരുക്കുറക്കൂടി ഭരിച്ചിരുന്ന പ്രഭുവായ നമ്പി അരശന് ഈ കുന്നിൻ ചെരുവിൽ നിന്നും ഒരു പെൺകുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിനെ വള്ളി എന്ന് പേരും നൽകി സ്വന്തം മകളായി വളർത്തി. വാഴത്തോട്ടങ്ങളും തിനൈപ്പാടങ്ങളുമായി സമൃദ്ധമായ ഈ കുന്നിൻ താഴ്വരയിൽ വള്ളി ദേവി വളർന്നു. വളർന്നപ്പോൾ കൃഷിപ്പാടത്ത് കിളികൾ തിന്നാതിരിക്കുവാൻ കാവൽ നിൽക്കുന്ന ജോലി ലഭിച്ചു. വള്ളിയമ്മ കാവൽ നിന്ന ഈ തിനൈപ്പാടത്തിനെ വള്ളി തിനൈപ്പുനം എന്നറിയപ്പെടുന്നു. കാവൽ നിന്നതിൻ്റെയൊക്കെ ക്ഷീണം മാറുവാനായി ഒരു ചെറിയ ജലാശയത്തിൽ കുളിച്ചിരുന്നു. ആ ജലാശയത്തെ വള്ളിച്ചുനൈ എന്നും അറിയപ്പെടുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു കിളവൻ വള്ളി തിനൈപ്പുനത്തിൻ്റെ ഒരു ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടു. ഈ സ്ഥലത്തിനെ കിളവൻ കോളായി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം വള്ളി ദേവിയെ വശീകരിക്കുവാൻ സാക്ഷാൽ മുരുക ഭഗവാൻ തന്നെ വേഷം മാറി വന്ന സ്ഥലമായിരുന്നു അത്. പ്രധാന ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലങ്ങൾ. കൂടാതെ മലയുടെ മുകളിൽ വള്ളി ഗുഹയും ഗുഹാക്ഷേത്രവും വള്ളി കല്യാണ മണ്ഡപവും സ്ഥിതി ചെയ്യുന്നു. ഭഗവാൻ മുരുകൻ വള്ളി ദേവിയെ വിവാഹം ചെയ്യുവാനായി മലയുടെ മുകളിലെത്തി. എന്നാൽ ഇതിനെ വള്ളിയുടെ ബന്ധുക്കളായ മലയിലെ കുരുവൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ എതിർത്തു. അവർ ഭഗവാനെതിരെ യുദ്ധം വരെ ചെയ്തു. അതിനെയൊക്കെ തരണം ചെയ്ത് വള്ളി ദേവിയുമായി ഭഗവാൻ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. വരുന്ന വഴിക്കെല്ലാം ഭഗവാനോട് വള്ളിയുടെ ആൾക്കാർ യുദ്ധം ചെയ്തിരുന്നു. എന്നിട്ടും ഫലം കണ്ടില്ല. അങ്ങനെ ഭഗവാനും വള്ളി ദേവിയും ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തുള്ള ഈ കവാടത്തിൽ എത്തിച്ചേർന്നപ്പോൾ വള്ളി ദേവിയുടെ ബന്ധുക്കൾ ഭഗവാനോട് തോൽക്കുകയും സന്തോഷത്തോടെ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴായിരിക്കുമല്ലേ അറിഞ്ഞത് അവർ യുദ്ധം ചെയ്തത് സാക്ഷാൽ മുരുക ഭഗവാനോടാണെന്നും. അങ്ങനെ അഭിഷേകവും ദീപാരാധനയും നൽകി ഭഗവാനെ പ്രസാദിപ്പിക്കുകയും ക്ഷേത്രം പുഷ്പങ്ങളാൽ അലങ്കരിച്ച് വിവാഹം നടത്തുകയും ചെയ്തു. തമിഴ് മാസമായ പകുനിയിൽ, അതായത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് വിവാഹം നടന്നത്. ഈ മാസത്തിൽ ഇപ്പോഴും മുരുക ഭഗവാന്റെ വിവാഹം പുനരാവിഷ്കരിക്കപ്പെടാറുണ്ട്. 7 ദിവസത്തെ മഹാ ഉത്സവമാണ് നടക്കുന്നത്. മണവാളകുമാരനായ ഘോഷയാത്രാ പ്രതിഷ്ഠ ഒരു പല്ലക്കിലിരുത്തി 2 കിലോമീറ്റർ അകലെയുള്ള വള്ളി കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുപോകുന്നു. തിരികെ വള്ളി ദേവിയുടെ പ്രതിഷ്ഠയുമായി വരുന്ന യാത്രയിൽ ഭഗവാനോടുള്ള യുദ്ധമെന്നോണം കുരുവൻ പാട്ടുകൾ പാടുന്നു. ഈ ദിവ്യ വിവാഹ സമയത്ത് വധുവിൻ്റെ ഭാഗത്തുനിന്ന് നിരവധി സമ്മാനങ്ങൾ മുരുക ഭഗവാന് നൽകുന്നു. വിവാഹശേഷം കംകം, തേൻ, തിന, മാവ് എന്നിവ പ്രസാദങ്ങളായി ഭക്തർക്കും നൽകുന്നു. ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ ഈ മണ്ണിലൂടെ അല്പനേരം നടക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. ഇനി ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകൾ കാണാം. വള്ളി ദേവിയുമായുള്ള വിവാഹത്തിന് തൻ്റെ സഹോദരനെ സഹായിച്ച കല്യാണ വിനായകർ എന്നറിയപ്പെടുന്ന ഗണപതി വിഗ്രഹം ക്ഷേത്രത്തിനകത്തെ പ്രദക്ഷിണപാതയിലേക്കുള്ള കവാടത്തിൻ്റെ വലതുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറൻ പ്രദക്ഷിണപാതയിൽ കാശിലിംഗത്തിനും തെക്കൻ പ്രദക്ഷിണപാതയിൽ മഹാദേവർ, ശിവകാമി, ചാടികേശ്വരർ എന്നീ ഭഗവാന്മാർക്കും ശ്രീകോവിലുണ്ട്. മുരുക ഭഗവാന്റെ മുത്തച്ഛനായ ദക്ഷനും ഇവിടെ ശ്രീകോവിലുണ്ട്. ക്ഷേത്രത്തിലെ പുണ്യവൃക്ഷം 100 വർഷത്തോളം പഴക്കമുള്ള വേങ്ങാമരമാണ്. കാരണം ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് ഭഗവാൻ കൂടുതലായും വേഷം മാറി പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നത്. ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിച്ചു അല്പം കുനിഞ്ഞു നോക്കിയാൽ മാത്രമേ ഭഗവാന്റെ വിഗ്രഹം മുഴുവനായും ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് 8 അടി 8 ഇഞ്ചുള്ള ഏകശിലാ ശില്പമാണ്. മഞ്ഞയും ചുമപ്പും കലർന്ന പുഷ്പമാലയും ഇടയ്ക്ക് പച്ച നിറത്തിലുള്ള കറുകമാലയും വെള്ളഹാരവും നാരങ്ങാഹാരവുമൊക്കെയായി ഭഗവാനെ അലങ്കരിച്ചിരിക്കുന്നു. ദീപപ്രഭയിൽ ചന്ദനാഭിഷേകം ചെയ്ത മുഖം പ്രകാശിക്കുന്നു. കണ്ടാൽ ഭഗവാനെ നേരിൽ കാണുന്നത് പോലെ തന്നെ. വള്ളി ദേവിയെ ദർശിക്കുവാനായി
ദർശനത്തിലെ ക്യൂവിലെ ഇടതുവശത്തേക്ക് മാറി. ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഭഗവാന്റെ ഇടതുവശം ചേർന്ന് പച്ച സാരിയൊക്കെ ഉടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് വല്ലി ദേവി നിൽക്കുന്നു. ദാ ഇതുപോലെ തന്നെ. ഇതും 6.5 അടി ഉയരമുള്ള ഏകശിലാശില്പമാണ്. കിഴക്കോട്ട് ദർശനമുള്ള ഈ വിഗ്രഹങ്ങൾ ശുചീന്ദ്രത്തിലെ ശിവഭഗവാനെ അഭിമുഖീകരിക്കുന്നതായി പറയപ്പെടുന്നു. ക്ഷേത്രമൊക്കെ കണ്ടതിന് ശേഷം തെപ്പക്കുളത്തിലേക്ക് പോയി. മലമുകളിൽ നിന്നും വരുന്ന ശുദ്ധജലത്തിനാൽ എന്നും സമൃദ്ധമാണ് ഈ കുളം. ഈ കുളത്തിന്റെ നടുക്ക് ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. ഇതിലെ വിഗ്രഹത്തിൽ ഭക്തർക്ക് സ്വയം കറുകമാല ചാർത്തുവാൻ സാധിക്കും. മുരുക ഭഗവാനെയും വേളിയമ്മയുമൊക്കെ തഴുകിയ ഈ കാറ്റിനും എന്തോ പറയാനുള്ളതുപോലെ. ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ പല ഭാഗങ്ങളും ഇന്നും അതുപോലെ തന്നെയുണ്ട്. ഈ പുണ്യഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ് ലഭിച്ചത്. വിവാഹശേഷമുള്ള ഭഗവാന്റെ ജീവിതം എങ്ങനെയായിരുന്നു? വേളിമല വള്ളിയമ്മയുടെ സ്ഥലമാണ്. തമിഴ് പാരമ്പര്യമനുസരിച്ച് വിവാഹത്തിന് ശേഷം വരൻ്റെ സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ ഭഗവാനും വള്ളിദേവിയും തിരുട്ടാണിയിലേക്ക് പോയി. ഭഗവാന്റെ ആദ്യ ഭാര്യയായ ദേവയാനിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും 2 ഭാര്യമാരും തിരുട്ടാണിയിൽ 2 വ്യത്യസ്ത സന്നിധാനങ്ങളിൽ ജീവിക്കുകയും ചെയ്തു. പിന്നീട് ഇവർ 2 പേരും തങ്ങളുടെ മുൻ ജന്മത്തിൽ സഹോദരിമാരായിരുന്നു എന്ന് തെളിഞ്ഞു. കൂടാതെ കഠിനമായ തപസ്സിന്റെ ഫലമായി 2 പേർക്കും ഭഗവാനെ വിവാഹം കഴിക്കുവാൻ സാധിച്ചതെന്നു കൂടി അറിഞ്ഞപ്പോൾ 2 പേരുടെയും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി ഒന്നിച്ച് ജീവിക്കുവാൻ തുടങ്ങി. ഈ തിരുട്ടാണി മുരുകക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലാണ്. അങ്ങനെ ഭഗവാന്റെ പ്രസാദവുമൊക്കെ വാങ്ങി തിരികെ യാത്രയായി. വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ.